തിരുവനന്തപുരം പ്രസ് ക്ലബിന് സമീപത്തെ തണൽ മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ്. കനത്ത മഴ കാരണം ഇന്ന് രാവിലെ ഈ പ്രദേശത്ത് മരം കടപുഴകി വീണിരുന്നു. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളോ മറ്റ് പല സംഭവങ്ങളോ ചൂണ്ടിക്കാണിച്ചാലും അത് അപകടം സംഭവിച്ചതിന് ശേഷം മാത്രം പരിഹരിക്കുന്ന ഒരു സംവിധാനം ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കോഴിക്കോട് ഈ അടുത്ത് നടന്ന തീപിടുത്തം. അതേപോലെ ഒന്നാണ് ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായ കനത്ത മഴയും കാറ്റും. ഇന്ന് രാവിലെ നടന്ന പ്രസ് ക്ലബിന് സമീപത്തെ മരം കടപുഴകി വീണ സംഭവത്തിൽ ആർക്കും പരിക്ക് പറ്റാത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അതിന് സമീപത്ത് തന്നെയുള്ള മറ്റു മരങ്ങളും ഇതേപോലെ തന്നെ കടപുഴകി വീഴാൻ കണക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ജനങ്ങളും പരിസരവാസികളും തൊട്ടടുത്ത ഓഫീസുകളിലെ പ്രസ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലെ പലരും ഇതിനെപ്പറ്റി പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇന്നുണ്ടായ അപകടത്തിൽ ജീവഹാനിയോ മറ്റ് നാശനഷ്ടങ്ങളോ ഇല്ലാതിരുന്നത് ജനങ്ങളുടെയും മറ്റുള്ളവരുടെയും ഭാഗ്യം കൊണ്ട് മാത്രമാണ്. എനിക്ക് പിറകിൽ കാണുന്ന മരങ്ങളാണ് ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. പ്രസ് ക്ലബിന്റെ എതിരെയുള്ള സൈഡുകളിൽ ഇരിക്കുന്ന മരങ്ങളെല്ലാം അപകട സൂചകമായി നിലനിൽക്കുകയാണ്. കാറ്റുമഴ വരുമ്പോൾ ഓരോ വൃക്ഷങ്ങളും ഇങ്ങനെ കടപുഴകി വീഴുകയാണ്. ഇപ്പോൾ തന്നെ അത് നോക്കിയാൽ തന്നെ എല്ലാ വൃക്ഷങ്ങളും റോഡിലോട് ചാഞ്ഞ് എപ്പോഴാണ് ഇത് വീഴത്തക്ക രീതിയിൽ നിൽക്കുകയാണ്. പ്രസ് ക്ലബിന് സമീപത്തെ ഈ മരങ്ങൾ ഈ ഭാഗത്തെ വാഹന സഞ്ചാരത്തിനടക്കം സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിരവധിയാണ്. പലതവണ ട്രാൻസ്പോർട്ട് ബസ്സും ലോറികളും ഇത്തരം മരങ്ങളിലിടിച്ച് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണം കായ്ക്കുന്ന മരങ്ങളാണെങ്കിലും ജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണെങ്കിൽ അവ മുറിച്ചു മാറ്റുക തന്നെ വേണം. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.